Hi dears, welcome back to our channel Edu Oblivious. ഞാൻ ഫൈസൽ. ഇൻകം ടാക്സ് ആൻഡ് GSTയുടെ 4ാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അതിനു മുമ്പ് പറയാനുള്ളത്, മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള 1, 2, 3 ക്ലാസ്സുകൾ നിങ്ങൾ എന്തായാലും കാണുക. അതിന് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ബിഫോർ സ്റ്റാർട്ടിങ് അവർ ക്ലാസ്, നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലത്തെ ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഡോണ്ട് ഫോർഗെറ്റ് ടു പ്രസ് ദി ബെൽ ഐക്കൺ. ഓക്കെ, നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഭാഗം നാം നോക്കുന്നത് പേയ്മെൻറ്റ് ഓഫ് ടാക്സ്, ഇൻട്രസ്റ്റ്, പെനാൽറ്റി ആൻഡ് അതർ എമൗണ്ട്സ് ആണ്. അണ്ടർ GST ലോ, ഒരു GST ലോയുടെ കീഴിൽ പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ഈസ് ടു ബി മെയ്ഡ് ആസ് ഫോളോസ്. ടാക്സ് അടക്കേണ്ടത് താഴെ പ്രകാരമാണ്. അത് ഫോർ എനി ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ വിത്തിൻ ദി സ്റ്റേറ്റിൻ്റെ ഉള്ളിലുള്ള സപ്ലൈ ഉണ്ടായാൽ അതിന് ടാക്സ് അടക്കേണ്ടത് സെൻട്രൽ ടാക്സ് അടക്കണം. അത് നോൺ ആസ് ദി സെൻട്രൽ CGST. എന്താണ് വിശദമായിട്ടെന്ന് മുമ്പത്തെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഭാഗം പറഞ്ഞുതരാം. CGST അഥവാ സെൻട്രലിലേക്ക് അടക്കേണ്ട ടാക്സ് ഗോസ് ഇൻ ടു ദി അക്കൗണ്ട് ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ്. അത് സെൻട്രൽ ഗവൺമെൻറ് അക്കൗണ്ടിലേക്കാണ് പോവുക. അപ്പോൾ തന്നെ SGST ഉണ്ട്, അഥവാ സ്റ്റേറ്റ്. അതുപോലെ തന്നെ UT ഉണ്ട്, അഥവാ UT ടാക്സ് നോൺ ആസ് ദി SGST ഓർ UTST ഗോസ് ഇൻ ടു ദി അക്കൗണ്ട് ഓഫ് ദി കൺസേൺ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർ യൂണിയൻ ടെറിട്ടറി ആസ് ദി കേസ് മേ ബി. അത് ഏത് സ്റ്റേറ്റിൽ നിന്നാണോ ആ സ്റ്റേറ്റ് ഗവൺമെൻറ്റിലേക്ക് പോകും, അതുപോലെ തന്നെ യൂണിയൻ ടെറിട്ടറിയിലേക്കും പോകും. പിന്നെ അടുത്താണ് ഫോർ എനി ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ ടാക്സ് ടു ബി പെയ്ഡ് ഈസ് ഇൻറ്റിഗ്രേറ്റഡ് GST IGST വിച്ച് വിൽ ഹാവ് കോമ്പണൻസ് ഓഫ് ബോത്ത് CGST ആൻഡ് SGST. ഇനി പറയുന്നത് ഇൻ്റർ സ്റ്റേറ്റ് ആണ്. സ്റ്റേറ്റിന് പുറമേയുള്ള കാര്യത്തിലേക്ക് പോകുന്ന സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ആകുമ്പോൾ അതിന് അടക്കേണ്ടത് GST എന്ന് പറയുന്നത് IGST ആണ്, അഥവാ CGST പ്ലസ് SGST. അതൊക്കെ മുമ്പ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും മുമ്പത്തെ വീഡിയോയിൽ കാണുക. അപ്പോൾ എനിക്ക് വളരെയധികം വ്യക്തമായി മനസ്സിലാകും. ഇതിൽ തന്നെ എനിക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ഡിലൈഡ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ആണ്. ടാക്സ് പേ ചെയ്യാൻ ഡിലേ ആയാൽ അവിടെ ഇൻട്രസ്റ്റ് വരും. കാരണം ഏതൊരു വ്യക്തിയും അതാത് സമയത്ത് ടാക്സ് അടക്കണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, അവിടെ പേയ്മെൻറ്റ് ഡിലേ ആവുന്ന സമയത്ത് ഇൻട്രസ്റ്റ് വരും, പലിശ വരും. സോ ദി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഷാൽ നോട്ട് എക്സീഡ് 18%. 18%-നേക്കാൾ മുകളിൽ ആ ഇൻട്രസ്റ്റിൻ്റെ റേറ്റ് പോകരുത് എന്നുള്ളൊരു കണ്ടീഷനും കൂടിയുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് എന്ന് പറയുന്നത് TDS. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. എന്താണ് TDS? അതിൻ്റെ ഫുൾ ഫോം ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദി വേസ് ടു കളക്ട് ടാക്സ് ബേസ്ഡ് ഓൺ സർട്ടൻ പെർസെൻറ്റേജ് ഓൺ ദി എമൗണ്ട് പേയബിൾ ബൈ ദി റിസീവർ ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ്. TDS അഥവാ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് എന്ന് പറഞ്ഞാൽ ടാക്സുകൾ കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വേ ആണ്, ഒരു മാർഗ്ഗമാണ് TDS. എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട്? ഓൺ ദി സർട്ടൻ പെർസെൻറ്റേജ് ഓൺ ദി എമൗണ്ട് പേയബിൾ ബൈ ദി റിസീവർ. ഈ ഗുഡ്സ് റിസീവ് ചെയ്യുന്ന ആൾ അടക്കേണ്ട എമൗണ്ടിൻ്റെ പെർസെൻറ്റേജ് ബേസ് ചെയ്തുകൊണ്ട് ടാക്സുകൾ കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് TDS എന്ന് പറയുന്നത്. ദി കളക്റ്റഡ് ടാക്സ് ഈസ് റവന്യൂ ഫോർ ദി ഗവൺമെൻറ്. ഇങ്ങനെ കളക്ട് ചെയ്ത ടാക്സ് ഗവൺമെൻറ്റിന് ഒരു റവന്യൂ ആണ്. ദി ഫോളോയിങ് പേഴ്സൺസ് ആർ റിക്വയർഡ് ടു ഡിഡക്റ്റ് ടാക്സ് അറ്റ് സോഴ്സ് ഫോർ ദി ടോട്ടൽ വാല്യൂ സപ്ലൈ അണ്ടർ കോൺട്രാക്ട് എക്സീസ് 2,50,000. അഥവാ 2,50,000 മുകളിലാണ് സപ്ലൈ ചെയ്യുന്നതിൻ്റെ വാല്യൂ എങ്കിൽ അവിടെയുള്ള വ്യക്തികൾ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് എന്ന പേരിൽ പേയ്മെൻറ്റ് ചെയ്യേണ്ടതുണ്ട്. അത് എപ്പോഴൊക്കെയാണെന്ന് പറയുന്നത്, അതുപോലെ തന്നെ എങ്ങനെയൊക്കെയാണ്? എ ഡിപ്പാർട്ട്മെൻറ്റ് ഓർ ആൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ് ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ്, ലോക്കൽ അതോറിറ്റി, ഗവൺമെൻറ് ഏജൻസീസ്, സച്ച് പേഴ്സൺസ് ഓർ കാറ്റഗറി ഓഫ് പേഴ്സൺസ് ആസ് മേ ബി നോട്ടിഫൈഡ് ബൈ ദി ഗവൺമെൻറ് ഓൺ ദി റെക്കമെൻഡേഷൻ ഓഫ് ദി GST കൗൺസിൽസ്. ഈ പറയപ്പെട്ട പേഴ്സൺസ് ഒക്കെയാണ് ഇങ്ങനെ TDX ആയി അടക്കേണ്ടത്. മനസ്സിലായി വിചാരിക്കുന്നു. നിങ്ങളുടെ സമയം പരിഗണിച്ചുകൊണ്ട് അടുത്ത പോർഷനിലേക്ക് പെട്ടെന്ന് പോവുകയാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്, അഥവാ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അണ്ടർ GSTയുടെ കീഴിൽ ഓരോ വ്യക്തിയും GST രജിസ്ട്രേഷൻ നടത്തിയ ഓരോ വ്യക്തിയും takes part in the process of collecting GST tax and remitting the amount collected. അതിൻ്റെ ഒക്കെ ഭാഗമാക്കേണ്ടതുണ്ട്, ടാക്സ് അടക്കേണ്ടതുണ്ട്. എന്നാൽ ടു അവോയ്ഡ് ഡബിൾ ടാക്സ് ആക്ഷൻ അല്ലെങ്കിൽ കാസ്കാഡിങ് എഫക്റ്റ് ഓഫ് ടാക്സ്, അതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതെന്താണത്? ടു സെറ്റ് ഓഫ് ടാക്സ് പെയ്ഡ് ഓൺ പ്രൊക്യൂർമെൻറ്റ് ഓഫ് റോ മെറ്റീരിയൽസ്, കൺസ്യൂമബിൾസ്, ഗുഡ്സോ സർവീസസ്. അഥവാ നമ്മൾ ഗുഡ്സോ സർവീസസോ മറ്റുള്ള വസ്തുക്കളോ റോ മെറ്റീരിയൽസുകളോ എല്ലാം കളക്ട് ചെയ്യുന്ന സമയത്ത് സെറ്റ് ഓഫ് ചെയ്ത
ടാക്സ്, ആ ടാക്സ് പെയ്ഡ് ചെയ്ത് നമ്മൾ ആ ടാക്സ് സെറ്റ് ഓഫ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഫോർ സർവീസസ് ദാറ്റ് വാസ് യൂസ്ഡ് ഇൻ ദി മാനുഫാക്ചറിങ് ആൻഡ് സപ്ലൈ ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. ഈ പറയപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ടാക്സ് അടച്ചതൊക്കെ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. അതാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ബൈ യൂസിങ് ദി ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് മെക്കാനിസം, ഇങ്ങനെ ഈ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് മെക്കാനിസം ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ബിസിനസ്സസ് ആർ ഏബിൾ ടു അച്ചീവ് ന്യൂട്രാലിറ്റി ഇൻ ദി ഇൻസിഡൻസ് ഓഫ് ടാക്സ് ആൻഡ് എൻഷുർ ദാറ്റ് സച്ച് ഇൻപുട്ട് ടാക്സ് എലമെൻറ്റ് ഡസ് നോട്ട് എൻ്റർ ഇൻ ടു ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓർ കോസ്റ്റ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇങ്ങനെ ചെയ്യുന്നത് കാരണത്താൽ തന്നെ നമ്മുടെ ബിസിനസ് ന്യൂട്രാലിറ്റി ഉണ്ടാകും. അഥവാ ഇങ്ങനെ അടക്കുന്ന ഇൻപുട്ട് ടാക്സ് ഒന്നും ഒരിക്കലും നമ്മുടെ പ്രൊഡക്ഷനിലെ കോസ്റ്റിലേക്ക് ഉൾപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ സപ്ലൈയുടെ കോസ്റ്റിലേക്ക് ഉൾപ്പെടുകയോ ചെയ്യുകയില്ല. അടുത്ത വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ട്രാൻസ്ഫർ ഓർ യൂട്ടിലൈസേഷൻ ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആൻഡ് ഓർഡർ ഓഫ് സെറ്റ് ഓഫ് വളരെ പ്രധാനപ്പെട്ടതാണ്. അക്കോർഡിംഗ് ടു ജി എസ് ടി ലോ അനുസരിച്ച് ദി ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈലബിൾ ഫോർ എ രജിസ്റ്റേർഡ് പേഴ്സൺ, ഒരു രജിസ്റ്റർ ചെയ്ത പേഴ്സണ് അവൈലബിൾ ആയിട്ടുള്ള ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്യാൻ ബി സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് ദി ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ഓഫ് ദി പേഴ്സൺ. ആ വ്യക്തിയുടെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിക്ക് എതിരായിക്കൊണ്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. അതിനാണ് സെറ്റ് ഓഫ് എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ്, എക്സാമിന് ഉറപ്പായിക്കൊണ്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇഫ് എനി സർപ്ലസ് ക്രെഡിറ്റ് ഈസ് അവൈലബിൾ, ഏതെങ്കിലും ഒരു സർപ്ലസ് ആയിക്കൊണ്ടൊരു ക്രെഡിറ്റ് അവൈലബിൾ ആയാൽ ഇറ്റ് ക്യാൻ ബി സെറ്റ് ഓഫ്. അങ്ങനെ ഒരു മിച്ചമുണ്ട് എങ്കിൽ അത് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. എങ്ങോട്ട്? എഗെയിൻസ്റ്റ് ഈസ് അതർ ഔട്ട്സ്റ്റാൻഡിങ് ലാബിലിറ്റി, അദ്ദേഹത്തിന് മറ്റുള്ള വല്ല ലാബിലിറ്റി ഉണ്ടെങ്കിൽ അതിനെതിരെ മാറ്റിവെക്കാൻ സാധിക്കും. ബട്ട് ഒരു കണ്ടീഷനുണ്ട്, ഓൺലി സബ്ജക്ട് ടു ദി സ്പെസിഫിക് റെസ്ട്രിക്ഷൻസ് ആൻഡ് കണ്ടീഷൻസ് ഇൻ ദി ആക്ട് ആൻഡ് റൂൾസ് ഇൻ ദിസ് റെസ്പെക്റ്റ്. അഥവാ അതിൻ്റെ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ആ ഒരു ആക്ടിൻ്റെ കീഴിൽ തന്നെ വേണം. ഉദാഹരണം പറയുമ്പോൾ അടിയിൽ നോക്കുക, CGST, ഇൻപുട്ട് ക്രെഡിറ്റ് ഓഫ് CGST മസ്റ്റ് ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ഓഫ് CGSTയിലെ കീഴിൽ വരുന്ന ഇൻപുട്ട് ക്രെഡിറ്റ് എന്ന് പറയുന്നത് CGSTൻ്റെ കീഴിൽ വരുന്ന ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിക്ക് എതിരെ മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെയാണ് SGSTയും. SGST കീഴിൽ വരുന്ന ഇൻപുട്ട് ക്രെഡിറ്റ് മാത്രമേ SGSTയുടെ കീഴിൽ വരുന്ന ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിക്കെതിരെ മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റൂ. അതുപോലെ തന്നെ IGSTയും. IGSTയുടെ കീഴിൽ വരുന്ന ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിക്കെതിരെ മാത്രമേ ഉള്ളൂ IGST വരുന്ന ഇൻപുട്ട് ക്രെഡിറ്റ് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. വളരെ സിമ്പിൾ അല്ലേ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് റീഫണ്ട് ഓഫ് ടാക്സ് റീഫണ്ട് ചെയ്യുക എന്ന് പറയും. അഥവാ സാധാരണഗതിയിൽ GST പെയ്ഡ് മോർ ദാൻ ദി GST ലാബിലിറ്റി, GSTയിൽ എത്രയാണോ കൊടുക്കാനുള്ളത് അതിനേക്കാൾ കൂടുതൽ കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാം, അത് GST റീഫണ്ട് ചെയ്യാൻ സാധിക്കും. ആ GST റീഫണ്ട് ചെയ്യാനുള്ള പ്രോസസ്സുകളൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എപ്പോഴൊക്കെയാണ് GST റീഫണ്ട് ചെയ്യുക? അത് എക്സസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ഈസ് മെയ്ഡ് ഡ്യൂ ടു മിസ്റ്റേക്ക് ഓർ ഒമിഷൻ. വല്ല മിസ്റ്റേക്കോട് കൂടെയോ അല്ലെങ്കിൽ ഒമിഷനോട് കൂടെയോ എക്സസ് ആയിക്കൊണ്ട് നമ്മൾ പേയ്മെൻറ്റ് കൂടുതൽ അടച്ചാലാണ് നമുക്ക് റീഫണ്ട് ചെയ്യാൻ പറ്റുക. ആ സമയത്ത് റീഫണ്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അടുത്ത വളരെ പ്രധാനപ്പെട്ടതാണ് അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ് എന്ന് പറയുന്നത്. ഏതൊരു രജിസ്റ്റർ ചെയ്ത പേഴ്സണും ചില റെക്കോർഡുകളും അക്കൗണ്ടുകളെല്ലാം അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടതുണ്ട്. അത് പെട്ടതാണ്. അതൊക്കെ ആരുടെ റെസ്പോൺസിബിലിറ്റിയാണെന്ന് ചോദിച്ചാൽ ദി ഓണറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അതുപോലെ തന്നെ ഓപ്പറേറ്റർ ഓഫ് വെയർ ഹൗസ് ഓർ ഗോഡൗൺ, അതിൻ്റെ ഓപ്പറേറ്ററിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അതിന് എവറി ട്രാൻസ്പോർട്ടർ. അടുത്ത ഡിമാൻഡ്സ് ആൻഡ് റിക്കവറി എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോർഷനാണ് ഡിമാൻഡ് ആൻഡ് റിക്കവറി എന്ന് ഉദ്ദേശിക്കുന്നത് ആസ് എ പ്രൊവിഷൻ ആണ് ആർ അപ്ലിക്കബിൾ വെൻ എ രജിസ്റ്റേർഡ് ഡീലർ ഹാസ് പെയ്ഡ് ടാക്സ് ഇൻകറക്റ്റ്ലി ഓർ നോട്ട് പെയ്ഡ് ടാക്സ് അറ്റ് ആൾ. ടാക്സ് ഇൻകറക്റ്റായി കൊണ്ട് അടക്കുകയോ അല്ലെങ്കിൽ ടാക്സ് അടക്കാതിരിക്കുകയോ ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഒന്നിനെയാണ് ഡിമാൻഡ് ആൻഡ് റിക്കവറി എന്ന് പറയുന്നത്. ഇറ്റ് ആൾസോ അപ്ലിക്കബിൾ വെൻ ആൻ ഇൻകറക്റ്റ് റീഫണ്ട് ഓർ ITC ഈസ് ക്ലെയിംഡ് ബൈ ദി ഡീലർ. അല്ലെങ്കിൽ ഡീലർ ഇൻകറക്റ്റ് ആയിക്കൊണ്ട് റീഫണ്ടിന് അപേക്ഷിച്ചാലും ഈ സംഭവം ഉണ്ടാവും. അപ്പോൾ ഇത് അടുത്ത വളരെ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് പോകണം. കാരണം നമ്മൾ വീഡിയോ ലോങ് ആവുമെന്ന് ഞാൻ കരുതുന്നുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് അടുത്ത പോർഷനിലേക്ക് കിടക്കുകയാണ്. നിങ്ങൾക്ക് എക്സാമിന് വളരെ യൂസ്ഫുൾ ആവുന്ന കാര്യമാണല്ലോ പറയുന്നത്. അടുത്ത ഇൻസ്പെക്ഷൻ, സെർച്ച്, സീസർ ആൻഡ് അറസ്റ്റ് ആണ്. ഇൻസ്പെക്ഷൻ അണ്ടർ GST. എന്താണ് ഈ GSTയുടെ കീഴിലുള്ള ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്? എ ജോയിൻറ്റ് കമ്മീഷണർ. വളരെ പ്രധാനപ്പെട്ടത്, വളരെ സിമ്പിളായിക്കൊണ്ട് പെട്ടെന്ന് പറയുകയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾക്ക് സമയം എടുക്കുന്നുണ്ടെങ്കിൽ ബാക്കിലേക്ക് അടിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ഒന്നുകൂടി കാണുക. ഓക്കെ. ജോയിൻറ്റ് കമ്മീഷണർ എന്ന് പറഞ്ഞാൽ ഒരു ഓഫീസർ, ഒരു ഹയർ റാങ്ക് ഓഫീസറാണ്. അദ്ദേഹത്തിന് എന്തുണ്ട്, റീസൺസ് ടു ബിലീവ്, അദ്ദേഹത്തിന് വിശ്വസിക്കാൻ യോഗ്യമായിട്ടുള്ള വല്ല കാരണവും കിട്ടിയാൽ, ദാറ്റ് ഇൻ ഓർഡർ ടു എവോയ്ഡ് ടാക്സുകൾ വെട്ടിപ്പിടിച്ചു എന്നോ അങ്ങനെയൊക്കെ വന്നാൽ എന്ത് ചെയ്യും? എനി പേഴ്സൺ ഹാസ് ഡൺ ദി ഫോളോയിങ്, താഴെ പറയുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. എന്താണത്? സപ്രസ്ഡ്
എനി ട്രാൻസാക്ഷൻ ഓഫ് സപ്ലൈ, സപ്രസ്ഡ് സ്റ്റോക്ക് ഇൻ ഹാൻഡ്, ക്ലെയിംഡ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇൻ എക്സസ്, വയലേറ്റർ ഓഫ് എനി ഓഫ് അതായത് പ്രൊവിഷൻസ്, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഗുരുതരമായിട്ട് വല്ലതും വന്നാൽ ആ സമയത്ത് ഈ കമ്മീഷണർ ഇൻസ്പെക്ഷൻ ചെയ്യേണ്ടി വരും. ഇതിലൂടെ അറസ്റ്റ് ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അടുത്ത പറയുന്നത് GSTയുടെ അതിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വേർഡാണ് സെർച്ച് എന്ന് പറയുന്നത്. എന്താണ് സെർച്ച്? സെർച്ച് എന്ന് പറഞ്ഞാൽ ഇൻവോൾവ്സ് ആൻ അറ്റംപ്റ്റ് ടു ഫൈൻഡ് സംതിങ്. നമുക്കറിയാം എന്തെങ്കിലുമൊക്കെ കണ്ടെത്തുക എന്നുള്ളതിനാണ് സെർച്ച് എന്ന് ഉപയോഗിക്കുന്നത്. എന്നാൽ ടാക്സിൽ സെർച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ആക്ഷൻ ഓഫ് എ ഗവൺമെൻറ് ഒഫീഷ്യൽ. ഒരു ഗവൺമെൻറ് ഒഫീഷ്യലുടെ ഒരു ആക്ഷൻ, ഒരു പ്രവൃത്തിയാണ് ഇവിടെ സെർച്ച് എന്ന് പറയുന്നത്. അതായത് പ്രത്യേകിച്ച് പറയുമ്പോൾ ടാക്സ് ഓഫീസർ അല്ലെങ്കിൽ പോലീസ് ഓഫീസർ, അപ്പോൾ ആ ഒരു കേസ് അനുസരിച്ചിട്ടുള്ള ഏത് ഓഫീസറാണോ അദ്ദേഹത്തിൽ വരുന്ന ഒരു ആക്ഷനാണ് ഇവിടെ സെർച്ച് എന്ന് പറയുന്നത്. എന്തിനാണത്? ടു ഗോ ആൻഡ് ലുക്ക് ത്രൂ ഓർ എക്സാമിൻ കെയർഫുള്ളി എ പ്ലേസ്, പേഴ്സൺ, സബ്ജക്ട് എക്സെട്ര. ഈ പറയപ്പെട്ട കേസിലെ വ്യക്തി, അതുപോലെ തന്നെ സ്ഥലം, ആ വസ്തു, അതിനെ പറ്റിയിട്ട് കെയർഫുള്ളായി കൊണ്ട് പരിശോധിക്കാനാണ് സെർച്ച് എന്ന് പറയുന്നത്. ഇൻ ഓർഡർ ടു ഫൈൻഡ് സംതിങ് കൺസേൾഡ് ഓർ എന്തെങ്കിലും മറച്ചു വെച്ചതോ ഓർ ഡിസ്കവർ എവിഡൻസ് വല്ല തെളിവുകളോ മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ സെർച്ച് ക്യാൻ ഓൺലി ബി ഡൺ അണ്ടർ ദി പ്രോപ്പർ ആൻഡ് വാലിഡ് അതോറിറ്റി ഓഫ് ലോ. എല്ലാവർക്കും ഈ സെർച്ച് നടത്താൻ സാധിക്കില്ല. അതോറിറ്റി ഓഫ് ലോക്ക് പരിഗണിക്കപ്പെട്ട അതോറിറ്റീസ് മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ. അടുത്ത സീസറാണ്. എന്താണ് സീസർ എന്ന് പറഞ്ഞാൽ? GSTയിലൊരു ടേമാണ് സീസർ. ഹാസ് നോട്ട് ബീൻ സ്പെസിഫിക്കലി ഡിഫൈൻ ഇൻ GSTയിൽ എന്താണതെന്ന് പ്രത്യേകിച്ച് അത് ഡിഫൈൻ ചെയ്തിട്ടില്ല. എന്നാൽ ലീഗലായിട്ട് നോക്കുന്ന സമയത്ത് സീസർ എന്ന് പറഞ്ഞാൽ ദി ആക്ട് ഓഫ് ടേക്കിംഗ് ഓവർ സംതിങ് ഓർ സംവൺ ബൈ ഫോഴ്സ് ത്രൂ ലീഗൽ പ്രോസസ്സ്. ലീഗലായിക്കൊണ്ട് വല്ല കാര്യങ്ങളും വളരെയധികം ഫോഴ്സ്ഫുള്ളി എന്തെങ്കിലും പിടിച്ചടക്കുക അല്ലെങ്കിൽ അത് കൈമാറുക എന്നൊക്കെയാണ് ടേക്കിംഗ് ഓവർ. അതിനാണ് GST എന്ന് പറയുന്നത്. സച്ച് ആസ് ദി സീസർ ഓഫ് എവിഡൻസ് ഫൗണ്ട് അറ്റ് ദി സീൻസ് ഓഫ് ക്രൈം. വല്ല കൊലപാതകം ഉണ്ടായാലും അവിടെ തെളിവുകളെല്ലാം കണ്ടെത്തുന്നതിനും ഈ ഒരു ടേം ഉപയോഗിക്കാറുണ്ട്. ഈ ജനറലി എംപ്ലോയ്സ് ടേക്കിംഗ് പൊസഷൻ ഫോഴ്സ്ഫുള്ളി അഗെയിൻസ്റ്റ് ദി വിഷസ് ഓഫ് ദി ഓണറാണ്. അടുത്തത് പറയുകയാണ് അറസ്റ്റാണ്. നമുക്കറിയാം അറസ്റ്റ് എന്ന് പറയുന്നത് ഇഫ് ദി കമ്മീഷണർ ഓഫ് CGST ഓർ SGST ബിലീവ്സ്, ഈ CGSTയുടെയോ അതുപോലെ തന്നെ SGSTയുടെയോ കമ്മീഷണർ വിശ്വസിക്കുകയാണ് എന്ത്? എ പേഴ്സൺ ഹാസ് കമ്മിറ്റഡ് ആൻ ഒഫൻസ്. ഒരു പേഴ്സൺ ഒരു ഒഫൻസ് നടത്തിയിട്ടുണ്ട് എന്ന് അറിയപ്പെട്ടാൽ അദ്ദേഹത്തിന് CGST SGST ഓഫീസറിന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ അധികാരമുണ്ട്. ദി അറസ്റ്റഡ് പേഴ്സൺ വിൽ ബി ഇൻഫോംഡ് അബൌട്ട് ദി ഗ്രൗണ്ട്സ് ഓഫ് ഹിസ് അറസ്റ്റ്. അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഈ വ്യക്തിയേക്ക് അറിയിക്കണം ആദ്യം. അറസ്റ്റ് ചെയ്യാൻ ഗുരുതരമായിട്ട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന് അറിയിക്കണം ആദ്യം. അങ്ങനെ ഹി വിൽ അപ്പിയർ ബിഫോർ ദി മജിസ്ട്രേറ്റ് വിത്തിൻ 24 hours ഇൻ കേസ് ഓഫ് കോഗ്നിസബിൾ ഒഫൻസ്. അങ്ങനെയുള്ള ഒഫൻസാണ് നടന്നതെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ അദ്ദേഹം മജിസ്ട്രേറ്റിന് മുമ്പിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടണം, അപ്പിയർ ആവണം. ഇതാണ് വളരെ പ്രധാനപ്പെട്ട് പഠിക്കാനുള്ളത്. പിന്നെ ഈ ഒരു വിഷയത്തിൽ പഠിക്കാൻ പറഞ്ഞ ഒഫൻസസും അതുപോലെ തന്നെ പെനാൽറ്റികളാണ്. നമുക്കറിയാം ഒഫൻസസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ബ്രേക്ക് ലോ ഓർ റൂൾ, വല്ല നിയമത്തിനെതിരെ ചെയ്യുന്നതിനാണ് ഒഫൻസ് എന്ന് പറയാം. സ്വാഭാവികമായിട്ടും അപ്പോൾ പെനാൽറ്റീസും ഉണ്ടാകും. അപ്പോൾ അതിൽ താഴെ കൊടുത്തതാണ് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഫേക്ക് ആൻഡ് റോങ് ഇൻവോയ്സ് വന്നാൽ അതൊരു ഒഫൻസാണ്. അതുപോലെ തന്നെ ഫ്രോഡ് ആയിക്കൊണ്ട് വല്ല കാര്യം ചെയ്യുക അതൊരു ഒഫൻസാണ്. ടാക്സ് ഇവാഷന് അഥവാ നമ്മുടെ ടാക്സ് വെട്ടിക്കുക, അതുപോലെ തന്നെ സപ്ലൈ ഓഫ് ട്രാൻസ്പോർട്ട് ഗുഡ്സ് അതേഴ്സ് മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെ പെനാൽറ്റീസ് ഉണ്ടാവും. എന്തൊക്കെയാണ് പെനാൽറ്റീസ് എന്ന് പറയുന്നത്? പെനാൽറ്റി എന്ന് പറയാൻ പദം ഡിഫൈൻ ചെയ്തിരുന്നത് പ്രത്യേകിച്ച് GSTയുടെ കീഴിൽ എന്താണ് പെനാൽറ്റി എന്ന് ഡിഫൈൻ ചെയ്തിട്ടില്ല. എന്നാൽ പെനാൽറ്റി എന്ന് പൊതുവേ പറയുന്നത് നമുക്കറിയാം എ പണിഷ്മെൻറ്റ് ഇമ്പോസ്ഡ് ബൈ ലോ ഫോർ കമ്മിറ്റിംഗ് ആൻ ഒഫൻസ് ഓർ ഫെയിലിംഗ് ടു ഡു സംതിങ് ദാറ്റ് വാസ് ദി ഡ്യൂട്ടി ഓഫ് എ പാർട്ടി ടു ഡു. നാം മുമ്പ് പറഞ്ഞ ഒഫൻസുകളെല്ലാം ചെയ്താൽ അങ്ങനത്തെ ഒഫൻസിനെതിരെ ഇമ്പോസ് ചെയ്യുന്ന ഒരു പണിഷ്മെൻറ്റിനെയാണ് പെനാൽറ്റി എന്ന് പറയുന്നത്. എ പെനാൽറ്റി ക്യാൻ ബോത്ത് കോർപ്പറൽ ഓർ പ്രിക്യൂണറി, സിവിൽ ഓർ ക്രിമിനൽ. അഥവാ ഓരോത്തിനനുസരിച്ചായിരിക്കും അതിൻ്റെ പെനാൽറ്റി. ഒന്നുകിൽ ജയിലായിരിക്കും, അല്ലെങ്കിൽ മോണിറ്ററി കൊണ്ട് വല്ല ക്യാഷ് അടക്കാനായിരിക്കും. ഇങ്ങനെ പ്രധാനപ്പെട്ടതായിരിക്കും. ഇതാണ് ഈ ഒരു വീഡിയോയിൽ ഇത്രമാത്രമേ ഞാൻ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം നമ്മുടെ വീഡിയോ ലെങ്ത് ആയിപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുമെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഇനിയും അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ ചെയ്യുന്നതായിരിക്കും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് അവർ ചാനൽ. താങ്ക് യു.